ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ കേക്കിനപ്പോൾ രണ്ട് പ്രത്യേകതകളാണുള്ളത്. ഒന്ന്, നമ്മളിത് സ്റ്റൗ ടോപ്പിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. രണ്ടാമത്തേന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ആഡ് ചെയ്യാതെയാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ 8 മണിക്കൂറാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഇതിനായിട്ട് സോക്ക് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നമുക്കിത് റെഡിയാക്കിയെന്ന് വെച്ചിട്ട് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റിയാണെന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്കിത് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്കിതിനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ബ്ലാക്ക് മുന്തിരി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്ത ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാനും ഓരോ കപ്പ് വെച്ചിട്ടാണ് കേട്ടോ, അതായത് 250 ml മെഷറിംഗ് കപ്പിലാണ് ഇതെല്ലാനും അളന്നെടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി 1.5 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കാഷ്യൂനട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. ഇത് ഞാൻ സോക്ക് ചെയ്യുന്നില്ല കേട്ടോ, നമ്മൾ കേക്ക് ബാറ്റർ റെഡിയാക്കുമ്പോൾ ഇതിലേക്ക് നേരിട്ട് ചേർക്കുകയാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡ്രൈ നട്ട്സ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് മെൽറ്റ് ആയി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കാഷ്യൂനട്ട് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, അത് പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ നിങ്ങൾ സാധാ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതൊന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ പഞ്ചസാര എല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഓറഞ്ച് ജ്യൂസ് ചേർത്തതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. കേക്കിന് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര കാരമൽ ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. തീ അപ്പോൾ നമ്മൾ ഈ ടൈമിൽ മീഡിയം ഫ്ലെയിമിലാണ് വയ്ക്കേണ്ടത്. നമുക്കപ്പോൾ നോക്കുമ്പോൾ പഞ്ചസാര മെൽറ്റായിട്ട് വരുന്നത് കാണാം. നമ്മളിട്ടിരിക്കുന്ന പഞ്ചസാര നല്ല ബ്രൗൺ നിറമായിട്ട് വരും. ഈ ടൈമിൽ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. ഇതുപോലെ ഒന്ന് പതിഞ്ഞു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1/2 കപ്പ് തിളപ്പിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഒഴിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മേത്തോട്ടൊക്കെ തെറിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കുറച്ച് നീങ്ങി നിന്നിട്ടൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കാരമൽ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ കേക്ക് റെഡിയാക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് പ്ലം കേക്കിലേക്ക് കുറച്ച് സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സ്പൈസസ് ചേർത്തിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 5 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 5 ഗ്രാമ്പൂ, 2 പീസ് കറുകപ്പട്ട, പിന്നെ ജാതിക്കപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജാതിക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ജാതിക്കാക്കുരുവിൻ്റെ 2 ചെറിയ പീസാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ജാതിക്കപ്പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതപ്പോൾ നല്ലതുപോലെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കേക്ക് റെഡിയാക്കുന്നതിനുള്ള പാനൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉൾഭാഗത്ത് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പറിൻ്റെ മുകളിലും ഞാൻ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ റെഡിയാക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് പാൻ റെഡിയാക്കി വെക്കാം ഫസ്റ്റ്. അതിനുശേഷം നമ്മൾ കേക്ക് മിക്സ് റെഡിയാക്കിയാൽ മതി. ഇനി ഞാൻ പ്ലം കേക്കിലേക്ക് 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാനൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 നുള്ള് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ സ്പൈസസ് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതുകൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് അരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പൊടി ഒരു ബൗളിലേക്ക് ആക്കിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ചെറിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ പൊടിക്കേണ്ട, അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അതല്ല വലിയ തരിയാണെങ്കിൽ നിങ്ങൾ പൊടിച്ചിട്ട് തന്നെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ രാവിലെ സോക്ക് ചെയ്യാൻ വെച്ച ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ട് ഊറ്റിയെടുക്കാം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിക്കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ജ്യൂസ് മാറ്റി വയ്ക്കണം. പിന്നീട് നമുക്ക് കേക്ക് ബാറ്ററിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് നമ്മൾ മാറ്റി വെച്ച് പൊടി വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം.
അപ്പോൾ ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് അരക്കപ്പ് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചല്ലോ, അതിൽ നിന്ന് അരക്കപ്പ് പൊടിയോടെ ഇതിലേക്ക് ഇട്ടൊന്ന് കോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ കേക്കിൻ്റെ താഴെ വന്ന് ഡ്രൈ ഫ്രൂട്ട്സ് അടിഞ്ഞുകൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഞാൻ ഇതിലേക്ക് 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ പ്ലം കേക്കിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. മുട്ടയുടെ വൈറ്റ് നമ്മൾ ബീറ്റ് ചെയ്ത് സ്റ്റിഫാക്കി എടുത്തിട്ട് അതാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഈ മുട്ടയുടെ വൈറ്റ് പോർഷൻ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും പാടില്ല കേട്ടോ, നല്ല ക്ലീൻ ആയിട്ടിരിക്കണം. ഇതിലേക്ക് ഞാൻ 4 മുട്ടയുടെയും വൈറ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിത് ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ലോ സ്പീഡിലും പിന്നീട് സ്പീഡ് കൂട്ടി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാം. ഇതുപോലെ പതിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഈ സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടി ഇതിലേക്ക് 2-3 തവണയായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതപ്പോൾ നല്ലതുപോലെ സ്റ്റിഫ് ആവുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബൗള് താഴേക്ക് കമഴ്ത്തിയാൽ പോലും ഇത് താഴേക്ക് വീഴില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് കേക്ക് മിക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുട്ട ബീറ്റ് ചെയ്തെടുത്ത ആ ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 4 മുട്ടയുടെ യെല്ലോ പോർഷനാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വൈറ്റ് ആണല്ലോ ബീറ്റ് ചെയ്തെടുത്തത്. ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന യെല്ലോ പോർഷൻ കൂടെ ചേർത്ത് നല്ലതുപോലെ ഇതും കൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. നല്ല സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ഇത് ചിലപ്പോൾ പിരിഞ്ഞതായിട്ട് വരാം കേട്ടോ, അങ്ങനെ വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ബീറ്റർ യൂസ് ചെയ്യുന്നില്ല, ഒരു സ്പാച്ചിലയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി, അതായത് ചെറുതായിട്ട് ഞാൻ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓറഞ്ചിൻ്റെ തൊലി എടുക്കുമ്പോൾ നിങ്ങൾ വൈറ്റ് പോർഷൻ എടുക്കരുത്. വൈറ്റ് പോർഷനും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ കേക്കിന് കയ്പ്പ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇനി നമുക്കിതൊരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരുന്ന ഓൾ പർപ്പസ് ഫ്ലോർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ കട്ടകളൊക്കെ ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഞാൻ കാരമൽ സിറപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടെ ആണ് ഇപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്നത്. അതായത് കുറച്ച് ഓൾ പർപ്പസ് ഫ്ലോർ ഇടുക, അതിനുശേഷം കുറച്ച് കാരമൽ സിറപ്പ് ഒഴിക്കുക. അങ്ങനെ 2-3 വട്ടമായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കാരമൽ സിറപ്പ് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്ത് അതോടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത വെള്ളം 5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കോട്ട് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ലൈറ്റ് ആയിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. മുട്ട ബീറ്റ് ചെയ്ത് സ്റ്റിഫായിട്ട് വന്ന ആ ഒരു ബാറ്റർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേക്ക് പൊങ്ങി വരുന്നത്. അപ്പോൾ വളരെ ലൈറ്റ് ആയിട്ട് തന്നെ ഇത് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഞാൻ ഇതിലേക്ക് മാറ്റി വെച്ച കാരമൽ സിറപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ടയുടെ വൈറ്റ് ബീറ്റ് ചെയ്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് ലൈറ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതപ്പോൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലം കേക്കിന്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് റെഡിയാക്കാനുള്ള പാൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ്. നമുക്കപ്പോൾ ഈ മൂടിയുടെ ഹോളൊന്ന് അലൂമിനിയം ഫോയിലോ ടിഷ്യൂ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് ബേക്ക് ചെയ്യുന്നത് സ്റ്റൗ ടോപ്പിലാണല്ലോ. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മളൊരു പഴയ പാൻ സ്റ്റൗ ടോപ്പിൽ വയ്ക്കുക. ലോ ഫ്ലെയിമിലാണെങ്കിൽ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഒരു 3 മിനിറ്റൊക്കെ പ്രീ ഹീറ്റ് ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചിരിക്കുന്ന പാൻ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പാനും പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് വെച്ചിരിക്കുന്ന പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 35 മിനിറ്റൊക്കെ എന്തായാലും വേണ്ടി വരും. 35 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മുകൾ ഭാഗം ചിലപ്പോൾ ബേക്കായ പോലെ മുകൾ ഭാഗമൊക്കെ ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഉൾഭാഗം വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ സ്ക്യൂർ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ജസ്റ്റ് കുത്തി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സ്ക്യൂറിൽ ബാറ്റർ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 5 മിനിറ്റ് കൂടെ ബേക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് ബാറ്റർ ഒഴിച്ച് വെച്ചിരിക്കുന്ന പാൻ കുറച്ച് ചെറുതാണ്, അതായത് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതിൽ ഒഴിച്ചെന്നേ ഉള്ളൂ. കുറച്ചുകൂടെ വലിപ്പമുള്ള പാനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത്ര ടൈം വേണ്ടി വരില്ല, ഏകദേശം അരമണിക്കൂറൊക്കെ മതിയാവും. എനിക്കിവിടെ 55 മിനിറ്റ് എടുത്തിട്ടോ ഇത് ബേക്കായി കിട്ടാനായിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് നല്ല ഹൈറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ചൂടാറിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനി ഞാനിത് ഒരു ദിവസം കഴിഞ്ഞിട്ട്, ശരിക്കും ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഞാനിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാളും സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യുമ്പോൾ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ ബൈ.